Decision theory. Each individual wants to take decisions in his or her life. What course to do, where to study, what profession to be selected, where to go, when to marry, etc. ഓരോ വ്യക്തിക്കും അവരുടേതായ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇതുണ്ട്, അവകാശങ്ങളുണ്ട്. അതായത് അത് അവരുടെ ഓരോ ഇതാണ്, ലൈക്ക് ഓരോ പേഴ്സണിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസിന് ഇരിക്കും ഓരോരോ ഡിസിഷൻസും എടുക്കുന്നത്. According to Trivata and Newport, decision making involves the selection of a course of action from two or more possible alternatives in order to arrive at a solution for a given problem. ഒരു പ്രോബ്ലത്തിൽ നിന്നും സൊല്യൂഷൻ, അതായത് മാർഗം കണ്ടുപിടിക്കാനുള്ള രണ്ട് പോസിബിൾ വേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സിനെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗത്തെയാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ്, അതായത് അവൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഡിസിഷൻ തിയറി ഈസ് കൺസേൺഡ് വിത്ത് ഹൗ ടു അസസ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ദ ഡിസിഷൻ തിയറി പ്രൊവൈഡ്സ് എ മീനിങ്ഫുൾ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അതായത് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അർത്ഥവത്തായ ആശയപരമായ ചട്ടക്കൂട് നൽകുന്നു. Decision making situations. Decisions are made on the basis of available data on the occurrence of event as well as decision situations or environment. Before explaining the decision situations, we want to understand certain essential elements which are common all decision situations. ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാന സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ പരിസ്ഥിതി എന്നിവയിൽ തീരുമാന സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നു. ചില തീരുമാന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോഴ്സ് ഓഫ് ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് നേച്ചർ, പേ ഓഫ് എന്നിവയാണ് ഇത്. അതിലൊന്ന് കോഴ്സ് ഓഫ് ആക്ഷൻ. ദീസ് ആർ ദ ആക്ട് അവൈലബിൾ ടു എ ഡിസിഷൻ മേക്കർ. ദീസ് ആർ കോൾഡ് ആസ് ആക്ഷൻ. ആക്ട്സ് ആസ് or strategies. The decision analysis involves a selection of best course of action from a number of course of actions. ഇത്തരം ആക്ഷൻസുകളെ പ്രവർത്തികൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. തീരുമാനം വിശകലനത്തിന്റെ നിരവധി പ്രവർത്തനങ്ങളിൽ നിന്ന് മികച്ച പ്രവർത്തന രീതി തിരഞ്ഞെടുക്കുന്നു. Second, state of nature. These are set of exclusive or exhaustive outcomes consequent to the decisions made. These events are often called states of nature or outcomes. The decision makers has no control over which the events will take place. For example, the level of market demand for a particular item during a particular time period. The state of nature depends on the environment. എടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങളുടെ സവിശേഷവും സമഗ്രവുമായ ഫലങ്ങളാണ് ഇവയെ പ്രകൃതി അവസ്ഥകൾ അല്ലെങ്കിൽ ഫലം എന്നും പറയുന്നു. Third one, pay off. These are the outcomes or events expressed in quantitative terms to represent cost or profit of a given act or action consequent to the decision. Each combination of a course of action and a state of nature is associated with the pay off. എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ഔട്ട്കംസ് റെപ്രസെൻറ്റ്സ് കോസ്റ്റ് ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ കിട്ടുന്നതായിരിക്കും. Pay off table. It is also known as pay off matrix. This depicts the tabular form of pay off various alternative course of action for state of nature. Pay off table, pay off matrix എന്ന പേരിലും അറിയപ്പെടുന്നു. കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെയും ഒരു ടാബുലാർ ഫോം ആയിരിക്കും പേ ഓഫ് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായി പേ ഓഫ് ടേബിൾ 1 എന്ന പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് നേച്ചറും പിന്നെ ആക്ട് ഓർ ആക്ഷൻസ് എന്ന ടേബിളായിട്ടും രണ്ട് തരം തിരിച്ചിരിക്കുന്നു. അതിൽ ആക്ടുകൾ 3 തരത്തിൽ A1ഉം A2ഉം AM എന്ന രീതിയിലും തരം തിരിച്ചിരിക്കുന്നു. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒരു കോളത്തിൽ S1, S2, S2, SN എന്ന പേരിലും തിരിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് പേ ഓഫ് ടേബിൾ ഇവിടെ ടാബുലാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. Regret or opportunity of loss table. For a set of given conditions, opportunity loss of an act is the difference between the payoff of that act or actions and pay off the best act which has foregone. Opportunity losses are calculated separately for each state of nature that might occur. Opportunity loss അതായത് അവസരനഷ്ടം എന്ന് പറഞ്ഞാൽ the pay off പ്രതിഫലത്തിൻ്റെയും pay off the best act which has foregone അതായത് ഫലം എടുക്കാൻ കുറെ വൈകിപ്പോയി അങ്ങനെ പറയില്ല, അതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അവസരനഷ്ടം എന്ന് പറയുന്നത്. അവസരനഷ്ടം പ്രത്യേകം കണക്കാക്കപ്പെടുന്നതും ഉണ്ട്.
Decision-making environment. The main objective of decision theory is to help the decision maker in selecting the best course of action from the available alternative course of actions. On the basis of decision making situations, we can classify decision making into 4 situations. ഒരു ഡിസിഷൻ തിയറി ഡിസിഷൻ എടുക്കാൻ, അതായത് തീരുമാനം എടുക്കാൻ ഒരു ഡിസിഷൻ മേക്കറെ സഹായിക്കുന്നു. ഫ്രം ദ ബെസ്റ്റ്, അതായത് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് തിരഞ്ഞെടുത്തിരിക്കുന്ന ഇത്ര തീരുമാനങ്ങൾ ഉണ്ടാവില്ല, അത്തരം തീരുമാനങ്ങളിൽ നിന്നും ഒരു തീരുമാനത്തെ പ്രത്യേകം തീരുമാനിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഡിസിഷൻ തിയറി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. അത്തരം ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് 4 തരത്തിലുണ്ട്. അതേതെല്ലാം നമുക്ക് നോക്കാം. Decision making under certainty. Deterministic situations. Certainty refers to an environment in which the decision maker is in a position to know exactly what will happen by his decision during the period in which such a decision is made. That means it is the situations in which the decision maker knows the consequences of every actions and options available to him in taking decisions. These situations does not need any technique or management tool for the manager to take his decision. Naturally, they will select the alternative that will result in the best outcome. Linear programming, goal programming and integral programming are all examples of decision modeling techniques suited for decision making under certainty. അതായത് ഡിസിഷൻ മേക്കർ, അതായത് തീരുമാനം എടുക്കുന്ന ആൾക്ക് അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും മുൻകൂട്ടി കാണാനും വീക്ഷിക്കാനുമുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരിക്കും. അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിന് സഹായിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന മോഡലിംഗ് ടെക്നിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്, ഗോൾ പ്രോഗ്രാമിംഗ്, ഇൻ്റഗ്രൽ പ്രോഗ്രാമിംഗ് ആർ ഓൾ ദ എക്സാമ്പിൾസ്. Decision making under uncertainty situation. This is the situation in which decision makers has neither previous knowledge of the outcomes of his decisions nor is in a position to attribute probability of occurrence of such outcomes. Many of the major decisions problems of business are of this kind. It involves uncertainty, for example, launching a new product, setting up a new venture, etc. In other words, the decision maker has no information at all about the various outcomes or states of nature that he or she does not know the probabilities of the various future outcomes. അതായത് ഒരു മുൻകാല അറിവുകളില്ലാത്ത, അതായത് ഡിസിഷൻ പരിചയ സമ്പത്തില്ലാത്ത ഒരു ഡിസിഷൻ മേക്കർ ഒരു തീരുമാനം എടുക്കുമ്പോൾ, പുതിയ കമ്പനിയിലെ ഡിസിഷൻസ് പുതിയതായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഫെയിലിയർ ആയി തീരാനുള്ള സാധ്യതകളുണ്ട്. അത്തരം അറിവില്ലായ്മ, അതായത് ഡിസിഷൻ മേക്കറിൻ്റെ അറിവില്ലായ്മയാണ് അൺസർട്ടനിറ്റി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. Decision making under risk stochastic situations. Risk refers to a situation in which one can specify the relative probabilities distributions of the outcome of his decisions. In other words, it is a situation where there are many states that the decision maker knows the probabilities of occurrence of each state. The decision maker has some knowledge regarding the probabilities of occurrence of each outcome or state of nature. Example, the probability of being dealt a club from a deck of cards is 1/4. The probability of rolling a 5 on a die is 1/6. In decision making under risk, the decision maker attempts to identify the alternative and that optimizes his or her expected profit or cost. സ്റ്റോച്ചസ്റ്റിക് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഓരോ ഫലവും അല്ലെങ്കിൽ പ്രകൃതിയുടെ അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കുറച്ച് അറിവുണ്ട്. ആ അറിവുണ്ടായിരിക്കണം എന്നാണ് ഉള്ള സിറ്റുവേഷൻസ് തീരുമാനം എടുക്കാനുള്ള കഴിവിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് സ്റ്റോക്കാസ്റ്റിക് സിറ്റുവേഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻസ്. In business situations, conflict arises out of competitions
Each firms tries to create favorable environment for it to operate. Each firms applies strategies on the basis of the strategies adopted by the competitors. ഓരോ കമ്പനിയും അവർക്ക് പ്രവർത്തിക്കാനുള്ള പാരിസ്ഥിതികം അവർ ചുറ്റുപാട് അവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നു. പിന്നെ ഓരോ എതിരാളികൾ സ്വീകരിക്കുന്ന ഓരോ തന്ത്രങ്ങളിലും അടിസ്ഥാനത്തിലാണ് തന്ത്രം അവർ പ്രയോഗിക്കുന്നത്.